പറയേണ്ടതായ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പല് രാജൻ മാഷ് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിലൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ വിദ്യാനികേതനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു അവസരം അത് വലിയൊരു നേട്ടം തന്നെയാണ്. നമ്മളെ കുട്ടികളെ സംബന്ധിച്ച് ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ വിദ്യാലയം തുടങ്ങുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വിദ്യാലയം ആരംഭിക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നമ്മുടെ ഇവിടെ ചുമരിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗമാണ് ഇതൊക്കെ. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്നത്തെ നമ്മുടെ സാമൂഹ്യ അവസ്ഥയിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഈ കുട്ടികളെ അല്ലെങ്കിൽ ഒരു തലമുറയെ വളർത്തിയെടുക്കുക എന്നുള്ള ആ പരമോന്നത കാര്യം ആണ് നമ്മളെല്ലാവരും നിർവഹിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വിദ്യാനികേതനെ സംബന്ധിച്ചിടത്തോളം, സ്കൂളുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ അവിടുത്തെ സൗകര്യം വളരെ കുറവാണ്. വളരെ വിരളമായിട്ടുള്ള സ്കൂളുകളിൽ മാത്രമേ അതിൻ്റെ കാര്യങ്ങളുള്ളൂ. മലപ്പുറം ജില്ലയിൽ 42 വിദ്യാലയങ്ങളുണ്ട്. അതിൽ വിരലെണ്ണാവുന്ന വിദ്യാലയങ്ങൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുണ്ട്. ഈ ചെറിയ ചെറിയ വിദ്യാലയങ്ങളൊക്കെ ആ ഒരു അവസരത്തിൽ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മളെ ഒരു യുവ ലക്ഷ്യമുള്ള, നമ്മളെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതോടൊപ്പം ഈ സാഹചര്യം കൂടി നമുക്ക് മറികടക്കാൻ കഴിഞ്ഞാൽ ഭാരതീയ വിദ്യാനികേതൻ സ്കൂളുകളിലൊക്കെ അതിൻ്റെ പരമോന്നത നിലയിലേക്ക് എത്തും എന്ന് നമുക്ക് ആശ്വസിക്കാം. അപ്പോൾ ഏതായാലും ഈ വർഷം ഇവിടെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ വളർച്ചയെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് ഒരു മുതൽക്കൂട്ടായിട്ടുള്ള ഒരു അലമാര, അതുപോലെ തന്നെ ബെഡ് ആൻഡ് കോട്ട്, ഇതൊക്കെ ഈ സ്കൂളിൻ്റെ നല്ല ഒരു ഭാവി കണ്ടുകൊണ്ട് ഇവർ ഇത് സ്പോൺസർ ചെയ്ത അവരെ എല്ലാവരെയും ഞാൻ ആദ്യമായിട്ടൊന്ന് ആദരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മളൊന്ന് എന്താ പറയുക, ഒരു സന്തോഷം അതിൽ ഉണ്ട്. പിന്നെ ഇന്നത്തെ ഈ അവസ്ഥയിൽ നമ്മളെ കുട്ടികളുടെ പ്രാർത്ഥനാ സഭയിലുള്ള അച്ചടക്കം വളരെ ഒരു സന്തോഷം തോന്നിയ ഒരു അവസരം കൂടിയാണിത്. കാരണം വിദ്യാനികേതനെ സംബന്ധിച്ച്, മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് പല സ്കൂളുകളിലും ഇതുപോലെ പ്രാർത്ഥനാ സഭയിൽ പങ്കെടുക്കാറുണ്ട്. ചിലയിടങ്ങളിൽ വിദ്യാനികേതൻ നിഷ്കർഷിക്കുന്ന അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ അതിലും നമ്മുടെ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ എൻ്റെ മനസ്സൊന്ന് നിറഞ്ഞു എന്നുള്ളത് ആണ് ഇവിടെ പറയാനുള്ളത്. എന്തായാലും ഇങ്ങനെ ഒരു അച്ചടക്കമുള്ള നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു തലമുറയെ വാർത്തെടുക്കാൻ വിദ്യാനികേതന് മാത്രമേ സാധിക്കുള്ളൂ. മറ്റുള്ള വിദ്യാലയങ്ങൾ നമ്മുടെ പരിസരത്തോ അല്ലെങ്കിൽ നമ്മുടെ പ്രാപ്യമായിട്ടുള്ള സ്ഥലത്തോ ഇല്ലാഞ്ഞിട്ടല്ല, എല്ലാ വിദ്യാലയങ്ങളിലും പഠനം നടക്കുന്നുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ ഉള്ള രീതിയിലും നടക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ പഠനത്തോടൊപ്പം നമ്മുടെ സാംസ്കാരിക തലവും കൂടെ ഉയർന്നെങ്കിലേ നമ്മളൊരു നല്ല പൗരനായിട്ട് നമ്മുടെ രാജ്യത്ത് നമുക്ക് വളരാൻ സാധിക്കുള്ളൂ. ഇന്നത്തെ അവസ്ഥ നിങ്ങൾ എല്ലാവരും അറിയുന്നതാണ്. സാമൂഹ്യമായിട്ടുള്ള സ്ഥിതിഗതികൾ ഒരു ന്യൂസ് പേപ്പർ എടുത്തു നോക്കാച്ചാലും